നമസ്കാരം. ന്യൂസ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദേശത്ത് നിന്ന് പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം കേന്ദ്ര സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്ന് സ്പെഷ്യൽ ഇലക്ഷൻ സെക്രട്ടറി രാജു നാരായണസ്വാമി. പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിച്ച് കാലക്രമേണ ഇത് നടപ്പാക്കുമെന്നും രാജു നാരായണസ്വാമി. നിധ കാത്തിളവ് കാലത്ത് സൗദിയിൽ ജോലിയിൽ പ്രവേശിച്ചത് 2.5 ലക്ഷം സ്വദേശികൾ. സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ 10.6 നിന്ന് 6.4 കുറഞ്ഞുവെന്ന് തൊഴിൽ മന്ത്രി ആദിൽ ഫക്കീർ. UAE പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഇറാൻ സന്ദർശിക്കും. സന്ദർശനം ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ ക്ഷണം സ്വീകരിച്ച്. ഇറാൻ UAE ബന്ധം പുതിയ ദിശയിലേക്ക്. 2017 അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിന് ഇന്ത്യ വേദിയാകും. ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമെന്ന നിലയിൽ ലോകകപ്പിൽ ഇന്ത്യക്ക് നേരിട്ട് യോഗ്യത. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് 359 റൺസ് വിജയലക്ഷ്യം. പോലീസിന് ജയിൽ DGPയുടെ രൂക്ഷ വിമർശം. ഫേസ്ബുക്ക് വിവാദം TP കേസ് വിചാരണയെ സ്വാധീനിക്കാൻ ഉണ്ടാക്കിയതാകാം. TP കേസിലെ പ്രതി P മോഹനൻ ഭാര്യയെ കണ്ടതിൽ തെറ്റില്ലെന്നും അലക്സാണ്ടർ ജേക്കബ്. മോഹനൻ ഭാര്യയെ കണ്ടത് തെറ്റ് തന്നെയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് പൂഴ്ത്തിയത് ആരെന്ന് അന്വേഷിക്കും. ജയിൽ DGPയുടെ വിശദീകരണം തേടി. കോഴിക്കോട് ജില്ലാ ജയിലിൽ TP കേസിലെ പ്രതികൾ ഫോൺ ഉപയോഗിച്ചതിന് ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ലെന്ന് ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ്. ജയിലിൽ കോഴിക്കോട്ടെ തടവുകാർ ഫോൺ ഉപയോഗിച്ചതിൽ നടപടിയെടുക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവിന്മേൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ജയിലുകളിൽ നിന്ന് 200ഓളം മൊബൈലുകൾ പിടിച്ചെടുത്തിട്ടും ജയിൽ വാർഡന്മാർ മർദ്ദിക്കപ്പെട്ടിട്ടും പോലീസ് ഒരു നടപടിയും എടുത്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. TP കേസിലെ വിചാരണയെ സ്വാധീനിക്കാനുണ്ടാക്കിയ വിവാദമായിരിക്കാം ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ജയിലുകളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദി ജയിൽ മേധാവിയായ ഞാനാണ്. ആഭ്യന്തരമന്ത്രി അല്ല, എൻ്റെ കീഴിലെ ഒരു ഉദ്യോഗസ്ഥനുമല്ല. ഇത് പറഞ്ഞായിരുന്നു ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് വാർത്താ സമ്മേളനം തുടങ്ങിയത്. കോഴിക്കോട് ജയിലിൽ തടവുകാർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് ശാസ്ത്രീയമായ തെളിവ് ലഭിക്കുന്നതുവരെ താൻ അത് വിശ്വസിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ശാസ്ത്രീയമായി അത് തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ പറയുന്ന അലിഗേഷൻ മുഴുവൻ 100% ശരിയായിരിക്കാം. അത് ശാസ്ത്രീയമായി തെളിയിച്ചു കഴിഞ്ഞ് നമുക്ക് പരിശോധിക്കാം. ജയിൽ സന്ദർശനത്തിന് ശേഷം ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലും അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം മൊബൈൽ ഫോൺ ഉപയോഗം സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പാക്കിയില്ലെന്ന ആരോപണം അദ്ദേഹം നിഷേധിച്ചു. ജയിലിലെ മൊബൈൽ ഫോൺ ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടും സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തുമായി 200ഓളം മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. മൊബൈൽ പിടിച്ചാൽ ആർക്കെങ്കിലും ഒരു നടപടി വരുന്നെങ്കിൽ മാത്രമല്ല ഒരു മനുഷ്യൻ ഭയക്കുള്ളൂ. യാതൊരു നടപടിയും ഈ കേസുകൾക്കകത്ത് ആർക്കെതിരെ എടുത്തായിട്ട് എനിക്കറിവില്ല. സംസ്ഥാന ജയിലുകളിൽ മതിയായ ജീവനക്കാരോ സംവിധാനങ്ങളോ ഇല്ലെന്നും ഭീഷണിയുടെ നിഴലിലാണ് ജീവനക്കാർ കഴിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. TP കേസിലെ വിചാരണയെ സ്വാധീനിക്കാനാവാം ഈ വിവാദം ഉയർന്നു വന്നതെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 30-ാം തീയതിയോടുകൂടി അവരുടെ ജഡ്ജ്മെന്റ് വരികയാണ്. അപ്പോൾ ആ ജഡ്ജ്മെന്റിൽ ആ ജഡ്ജിയെ ഇവർക്കെതിരെ കഠിനമായ കുറ്റം കുടിപ്പിക്കാൻ വേണ്ടി, പ്രേരിപ്പിക്കാൻ വേണ്ടി, ജഡ്ജിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരാൾ ശാസ്ത്രീയമായി ഉണ്ടാക്കിയ എവിഡൻസ് ആണോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ജയിലിലെ ഫോൺ വിളി വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ പൂർണ്ണമായി നിഷേധിച്ച ജയിൽ മേധാവി പോലീസിനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ഉയർത്തിയത്. മീഡിയ 1 തിരുവനന്തപുരം. TP കേസിലെ പ്രതികൾ ജയിലിൽ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താൻ നൽകിയ ഉത്തരവ് ആരാണ് പൂഴ്ത്തിയതെന്ന് അന്വേഷിക്കും. ജയിൽ സൂപ്രണ്ടുമാർ കൈക്കൊണ്ട നടപടികളും അന്വേഷിക്കും. കിർമാണി മനോജ് നേരത്തെ ഉപയോഗിച്ച നമ്പർ ജയിലിൽ ഉപയോഗിച്ച സംഭവത്തിൽ അന്വേഷണ സംഘത്തെ നിയോഗിക്കും. മോഹനൻ മാസ്റ്റർ അനുമതിയില്ലാതെ ഭാര്യയെ കണ്ടത് തെറ്റാണ്. അതുകൊണ്ടാണ് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. ജയിൽ മാറ്റം വിചാരണ കോടതി തള്ളിയ സാഹചര്യത്തിൽ പ്രോസിക്യൂഷനുമായി ചേർന്ന് അടുത്ത നടപടി ആലോചിക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സർക്കാരിന് ജയിൽ വകുപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ജയിൽ DGPയുടെ വാർത്താ സമ്മേളനം സർക്കാരിനെതിരായ കുറ്റപത്രമാണ്. ചാനൽ പ്രതിനിധി തടവുകാരനുമായി സംസാരിച്ചത് ശാസ്ത്രീയമായി പരിശോധിക്കണം. ആഭ്യന്തരമന്ത്രി മാറി നിന്ന് അന്വേഷണം നടത്തണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജയിൽ DGPയെ കോടിയേരി ബാലകൃഷ്ണൻ അഭിനന്ദിച്ചതിന് പിന്നാലെ DGP അലക്സാണ്ടർ ജേക്കബിനെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. കൂറുമാറിയ സാക്ഷികളെ ഈ പ്രതികൾ ബന്ധപ്പെട്ടിരുന്നോ എന്ന് അന്വേഷിക്കണം. സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കാൻ ജാമ്യം നിഷേധിച്ച കോടതി നടപടിയാണ് മൊബൈൽ ഫോൺ വഴി TP കേസിലെ പ്രതികൾ അട്ടിമറിച്ചത്. ജയിൽ ഭരണം കുത്തഴിഞ്ഞതാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആഭ്യന്തരമന്ത്രിക്കും ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് വാർത്താക്കുറിപ്പിൽ VS പറഞ്ഞു. TP വധക്കേസിലെ പ്രതികൾ കോഴിക്കോട് ജയിലിൽ നടത്തിയ ജയിൽ ചട്ടലംഘനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണെന്ന് ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ്. വിചാരണയിലിരിക്കുന്ന കേസിൽ ജഡ്ജിയെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് പുതിയ വിവാദങ്ങൾക്ക് പിന്നിലെന്ന വിവാദ പരാമർശവും ജയിൽ DGP നടത്തിയിരിക്കുന്നു.
ജയിൽ DGPയുടെ പരാമർശം ഭരണ പ്രതിപക്ഷ കക്ഷികളിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തിരിക്കുന്നു. DGPയെ നീക്കണമെന്ന് VS അച്യുതാനന്ദനും MP വീരേന്ദ്രകുമാറും പ്രഖ്യാപിച്ചു. ഇതിനിടെ ജയിൽ DGPയുടെ പ്രസ്താവന എന്ത് പ്രതികരണങ്ങളാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാക്കിയതെന്ന് ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൻ്റെ N സുബ്രഹ്മണ്യൻ, അതുപോലെ RMP നേതാവ് N വേണു എന്നിവർ ന്യൂസ് ഫ്ലോറിലുണ്ട്. റിട്ടയർഡ് SP സുഭാഷ് ബാബുവിനെ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ആദ്യം N സുബ്രഹ്മണ്യനിലേക്ക്. സുബ്രഹ്മണ്യൻ, ഇന്ന് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം, ജയിൽ ചട്ടലംഘനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കാണെന്ന് അലക്സാണ്ടർ ജേക്കബ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ ഏത് കാര്യത്തിലാണ് ഇപ്പോൾ ജയിൽ DGPയോട് താങ്കളെപ്പോലുള്ളവർക്ക് എതിർപ്പ്? അല്ല, ഇത് വളരെ ആശ്ചര്യകരമായൊരു പ്രസ്താവനയാണ് ഇന്ന് ജയിൽ DGP നടത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹം ഇന്ന് പറയുന്നത് കേട്ടാൽ, അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ കൂടുതൽ ആളുകളില്ല, ഇങ്ങനെ ആളുകൾ പോകുന്നത് നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ബാലിശമായ കാര്യങ്ങളാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലൂടെ വെളിവാക്കിയിരിക്കുന്നത്. ഇതിലൊരു കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ജൂലൈ മാസം തന്നെ ഇത്തരം ചട്ടലംഘനങ്ങൾ ജയിലിൽ നടക്കുന്നുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും ഇക്കാര്യത്തിൽ സർക്കാർ ഗൗരവമായി കാര്യങ്ങൾ പരിഗണിച്ചില്ല എന്നുള്ളതിൻ്റെ തുറന്ന സമ്മതമാണ് ഇന്ന് DGP ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിലെ കൊടും ക്രിമിനലുകളായ ആളുകൾ, കുറ്റവാളികളായ ആളുകളെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ജയിൽ എന്ന് പറയുന്ന പ്രദേശം. ആ ജയിലിനകത്ത് ഇത്തരം കൊടും കുറ്റവാളികൾക്കും ക്രിമിനലുകൾക്കും ജയിൽ ചട്ടങ്ങൾക്കനുസൃതമായി അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സർക്കാരിന് അല്ലെങ്കിൽ ജയിൽ വകുപ്പിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ അരക്ഷിത ബോധം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ. അത്തരം ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ, അതുപോലെ ചട്ടലംഘനങ്ങളെ കരുതിയിരിക്കണമെന്ന തരത്തിലുള്ള ഉത്തരവുകൾ, ഇതെല്ലാം കീഴ്ഘടകങ്ങളിലേക്ക് കീഴുദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് നടപ്പിലാവാത്തത് തൻ്റെ കുറ്റമല്ല എന്നാണ് ജയിൽ DGP പറയുന്നത്. അല്ല, അദ്ദേഹത്തിൻ്റെ ജോലി ഇത് നടപ്പാക്കി കൊടുത്ത് പോസ്റ്റ്മാൻ്റെ പണിയല്ലല്ലോ. ജയിൽ DGP എന്ന് പറയുന്നത് ജയിലിൻ്റെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനാണ്. നാളെ ഇനിയിപ്പോൾ കേരളത്തിലെ DGP പറയാണ്, ഞാനിങ്ങനെ SP മാർക്കും കമ്മീഷണർമാർക്കും ഒക്കെ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്, ക്രമസമാധാന നില പരിഹരിക്കുന്ന അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ എനിക്ക് മറ്റൊരു നിയന്ത്രണമില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ജയിലിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ജയിൽ DGPക്കും അതുപോലെ ആഭ്യന്തര വകുപ്പിനുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെ ക്രമവിരുദ്ധമായ നിയമവിരുദ്ധമായ നടപടികൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും മോണിറ്റർ ചെയ്യേണ്ടതും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആഭ്യന്തര വകുപ്പിന്റെയും ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് അലക്സാണ്ടർ ജേക്കബ് പറയുന്നത്. പക്ഷേ നടപടിയെടുക്കേണ്ട പോലീസ് ഇക്കാര്യത്തിൽ കൃത്യവിലോപം കാട്ടിയെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇത് ഒരു ഭാഗത്ത് പോലീസും മറുഭാഗത്ത് ജയിൽ വകുപ്പും അന്യോന്യം പഴിചാരി ഈ കാര്യത്തിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുകയാണ്. രണ്ട് വിഭാഗവും ഈ കാര്യത്തിൽ കുറ്റക്കാരാണ്. ഈ രണ്ട് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും DGPയും ജയിൽ DGPയും ഈ സ്ഥാനത്ത് തുടരാൻ അർഹരല്ല. ഈ രണ്ടാളുകളെയും സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതാണ്. ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ രണ്ടാളുകളെയും. സുബ്രഹ്മണ്യൻ, വ്യക്തമാണ്. തിരികെ താങ്കളിലേക്ക്. ശ്രീ വേണു, ഇന്ന് ജയിൽ DGP പറഞ്ഞ മറ്റൊരു വിവാദ പ്രസ്താവന, വിചാരണയിലിരിക്കുന്നൊരു കേസിൽ ആ വിധിയെ സ്വാധീനിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുക്കമുണ്ടായ വിവാദങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ CPIMന് വേണ്ടി വക്കാലത്ത് പിടിക്കുകയാണ് ജയിൽ DGP. ഇത് കേവലം ഒരു DGPയുടെ അഭിപ്രായമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. കേരളത്തിലെ ഉദ്യോഗസ്ഥരും പ്രതിപക്ഷ രാഷ്ട്രീയവും ഭരണപക്ഷത്തെ ചില രാഷ്ട്രീയ നേതൃത്വവും വൻതോതിൽ നടത്തിയ ഗൂഢാലോചനയുടെ പരിണിത ഫലമാണ് DGPയുടെ പരസ്യ പ്രസ്താവന. രണ്ട് കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ വളരെ ഗൗരവമായിട്ടുള്ളത്. ഒന്ന്, TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് തുടർച്ചയായി സഹായങ്ങൾ ജയിലിൽ നിന്ന് ലഭിക്കുകയാണ്. ഇത് സംബന്ധമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മാസങ്ങൾക്ക് മുമ്പേ എടുത്ത ഉത്തരവുകൾ പാലിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ച DGPയാണ്. ആ DGP ഇന്നലെ ആഭ്യന്തരമന്ത്രി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ കോഴിക്കോട് ജില്ലാ ജയിലിലെത്തി എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നിലപാട് സ്വീകരിച്ച DGPയാണ്. അദ്ദേഹം ഒരു കാര്യം ഇവിടെ പറഞ്ഞു, മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയുടെ ശബ്ദമല്ല ഈ വന്നത് എന്ന്. ഞാൻ ചോദിക്കട്ടെ, DGPയും മുഹമ്മദ് ഷാഫിയും ഒന്നായിട്ട് കോളേജിൽ പഠിച്ചതാണോ? എന്ത് ബന്ധമാണ് ഒരു ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ബന്ധം TP ചന്ദ്രശേഖരൻ കേസിലെ കൊലപാതകയ്ക്കും കേരളത്തിലെ ഉന്നതനായ ഒരു DGPക്കും ഉണ്ടായത് എന്നത് വ്യക്തമാണ്ടേ? രണ്ട്, അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ജില്ലാ ജയിലിൽ തന്നെയാണോ ഈ ശ്രമം ഈ ഫോട്ടോ എടുത്തത് എന്നത് എനിക്ക് പറയാൻ കഴിയില്ല.
ഈ കാര്യം ഞങ്ങൾ ഇന്നലെ സൂചിപ്പിച്ചു. കാരണം DGP അന്വേഷണ കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണമേ ഈ കാര്യം വിളിച്ചു കൊണ്ടുവരാൻ കഴിയൂ. അത് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് ഇന്ന് DGPയുടെ പത്രസമ്മേളനം. അദ്ദേഹം പറഞ്ഞത് വിചാരണ കോടതിയിൽ TP ചന്ദ്രശേഖരൻ കേസിലെ ആളുകളെ ശിക്ഷ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടി ആണ് ഇത്തരമൊരു ഒരു ഒരു പിന്നെ ഫോട്ടോ ഇപ്പോൾ പൊക്കിക്കൊണ്ടുവന്നത് എന്ന് പിണറായി വിജയൻ പോലും പറയാത്ത കാര്യമാണ് DGP പറഞ്ഞത്. 2, ഇനി അഥവാ ഇവരെ വെറുതെ വിട്ടാൽ ഒരു 6 മാസമെങ്കിലും ശിക്ഷയ്ക്ക് ജയിലിനുള്ളിൽ കിടത്താൻ വേണ്ടിയുള്ള പുതിയൊരു കേസുണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഇത് രണ്ടും ചേർത്ത് വായിച്ചാൽ ഈ DGPക്ക് ഇതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ യൂണിഫോം ഊരി വാങ്ങി CPIMൻ്റെ പതാക പിടിച്ച് CPIMൻ്റെ പാർട്ടി പ്രവർത്തനം നടത്താൻ വേണ്ടി ഇദ്ദേഹത്തെ വിടാൻ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് തയ്യാറാകുന്നു? തിരികെ എത്താം. KK രാഗേഷ് ഉണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ KK രാഗേഷ്, ഇവിടെ N. ആരോപിക്കുന്നത് അലക്സാണ്ടർ ജേക്കബിൻ്റെ ഇന്നത്തെ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ CPM സഹയാത്രികൻ ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച തെളിവാണ് എന്നാണ്. എന്താണ് പ്രതികരണം? അല്ല, ഇതിനൊന്നും പ്രതികരണം നടത്തേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ജയിൽ DGP പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഒന്നാമത്തെ കാര്യം, ഇപ്പോ മോഹൻ മാഷ് പുറത്ത് ഡോക്ടറെ കാണിക്കാൻ പോകുന്നതിനിടയിൽ ഒരു MLA, അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയായിട്ടുള്ള MLA, അദ്ദേഹത്തെ കണ്ടത് കുറ്റമാണോ? ഞാൻ ചോദിക്കട്ടെ, ജയിലിൽ കഴിയുന്നവരോ റിമാൻഡിൽ കഴിയുന്നവരോ ആയിട്ടുള്ള പ്രതികൾ ആരെങ്കിലും പിന്നീട് കോടതിയിൽ ഹാജരാകുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റ് ആശുപത്രിയിൽ പോകുന്ന സമയത്തോ വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറൂലേ? അതല്ലെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറില്ലേ? അങ്ങനെ ഹോട്ടലിൽ കയറുമ്പോൾ ആരോടും മിണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥയുണ്ടോ? കോൺഗ്രസിന്റെ ഏത് പാർട്ടിയുടേതായാലും ശരി, അല്ലെങ്കിൽ ഒരു പാർട്ടിയുമായി ബന്ധപ്പെടാത്ത ആളുകളായാലും ശരി, ജയിലിൽ കിടക്കുന്നവര് അവർക്ക് ഉടനെ തന്നെ ജയിലിലുള്ള ഭക്ഷണമാണോ ഉച്ച സമയത്തോ അല്ലെങ്കിൽ ചായ കുടിക്കുന്ന സമയത്തോ ഭക്ഷണമാണോ കൊണ്ടു കൊടുക്കുക? അവര് എല്ലാ ജയിലിൽ കിടക്കുന്ന റിമാൻഡിൽ കിടക്കുന്ന പ്രതികളായാലും ശരി, തടവ് ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളായാലും ശരി, അവര് പുറത്ത് പോകുന്ന സമയത്ത് ഇപ്പോൾ കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് ആളുകൾ അവിടെ പോകില്ലേ, കാണൂലേ, സംസാരിക്കൂലേ? അതൊരു വലിയ വിവാദമാക്കേണ്ട കാര്യം. അതിലെന്താണ് നിയമപരമായി പെശക്? രണ്ടാമത്തെ കാര്യം, MLA എന്നുള്ള നിലയിൽ KK ലതിക്ക MLA ആണ്. MLAക്ക് ഏത് സമയത്തും കോടതിയെ ജയിൽ സന്ദർശിക്കുമ്പോൾ അവിടുന്ന് സെല്യൂട്ട് ചെയ്ത് നിൽക്കണം ഉദ്യോഗസ്ഥന്മാര്. അതിന് കോടതിയുടെ പെർമിഷനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തടിതപ്പാൻ വേണ്ടി എന്തെങ്കിലും പരമാബദ്ധം DGPയുടെ പ്രസ്താവനയിലെ ഏറ്റവും വിവാദപരമായ ഭാഗം അതല്ല. ശ്രീ മോഹനും KK ലതിക MLA കണ്ട വിഷയമല്ല അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം. അദ്ദേഹം പറയുന്നത് ഫേസ്ബുക്കിൽ ഈ ജയിൽ പുള്ളികളുടെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തത് വഴി വിചാരണയിലിരിക്കുന്ന ഒരു കേസിന്റെ വിധിയെ സ്വാധീനിക്കാനുള്ള ഗൂഢാലോചനയാണ് എന്ന ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ന് വിവാദമായത്. അതിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ഇന്ന് ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ജയിൽ DGP അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് പ്രതികൾക്കെതിരായി, ഞാൻ അതിനെ ന്യായീകരിക്കാനൊന്നും പുറപ്പെടുന്നില്ല, പക്ഷെ നമ്മൾ സാമാന്യമായ ഒരു യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അല്ലെ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ ഏതെങ്കിലും വിധത്തിൽ ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങിയെന്ന് കരുതുക. അങ്ങനെ സംഭവിച്ചെങ്കിൽ അതിന് തെളിവ് വേണം. ഇപ്പൊ ഞാൻ ഈ മീഡിയ 1 ചാനലിന്റെ അവതാരകന്റെ പേരിൽ വേണമെങ്കിൽ ഇപ്പോ ഇവിടെ ഇരുന്ന് എനിക്ക് അക്കൗണ്ട് തുടങ്ങാലോ. താങ്കളുടെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയാൽ മതിയല്ലോ. അക്കൗണ്ട് തുടങ്ങാൻ ഒരു പ്രയാസമില്ലല്ലോ. അവിടെ മറ്റാരാണ് സംസാരിക്കുന്നത് എനിക്കറിയില്ല. അത് ആരായാലും ശരി, RMPയുടെ നേതാവായാലും ശരി, കോൺഗ്രസിന്റെ നേതാവായാലും ശരി, അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ ഇവിടെ ഇരുന്ന് അക്കൗണ്ട് തുടങ്ങാലോ. അപ്പൊ ഇതിന്റെ വസ്തുത എന്താണ് എന്ന് പരിശോധിക്കണം. ശ്രീ KK രാഗേഷ്, ഈ വസ്തുത ശാസ്ത്രീയമായി പരിശോധിച്ച് തെളിയുന്നതിന് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു അസംഷൻ DGP നടത്തിയത്. അല്ല, ഇതേപോലെ ശാസ്ത്രീയമായി തെളിയുന്നതിന് മുമ്പാണല്ലോ താങ്കള് ഇത്തരം ഈ ജയിലിൽ കിടക്കുന്നവരൊക്കെ അക്കൗണ്ട് തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തെളിഞ്ഞതിന് ശേഷമല്ലല്ലോ താങ്കളുടെ ചാനൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിൽ അത്തരമൊരു ചിത്രം അപ്ലോഡ് ചെയ്യപ്പെട്ടതായി പ്രതികളുടെ പേരിൽ കണ്ടെത്തിയാൽ മാധ്യമങ്ങൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? KK രാഗേഷ്, അല്ല, ഞാൻ പറയുന്നത് അത് അവര് തന്നെ ചെയ്തതാവണമെന്ന് നിർബന്ധമുണ്ടോ? ഞാനതിനെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നില്ല. അവര് ചെയ്തതാണെന്ന് നിർബന്ധമുണ്ടോ? പുറത്തു നിന്ന് ആർക്കും ചെയ്യാലോ. അപ്പൊ അത്തരമൊരു സംശയം DGP പറഞ്ഞാൽ അത് പെശകാണോ? അവിടെ പ്രതികളായിട്ടുള്ളവർ ഏതെങ്കിലും രീതിയിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതായി യാതൊരു തെളിവും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് KK രാഗേഷ് അല്ല.
UDF ഗവൺമെന്റിന്റെ ഘട്ടത്തിലുള്ള ഒരു DGP ആണ് പറയുന്ന ഒരു തെളിവും കിട്ടിയിട്ടില്ല. അങ്ങനെ തെളിവ് കിട്ടാത്ത സാഹചര്യത്തിൽ അത് അന്വേഷിച്ച് തെളിവ് കണ്ടെത്തിയതിനു ശേഷമാണ് നമ്മൾ കുറ്റം ആരോപിക്കേണ്ടത്. അതിനു മുമ്പേ നമ്മൾ മുൻവിധിയോടുകൂടി കാര്യങ്ങൾ കാണണ്ട എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാധ്യമങ്ങൾ ഇത്തരം ഫോട്ടോകൾ കണ്ടെത്തിയപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തതാണോ അതോ DGP ഇത് ഗൂഢാലോചനയാണ് എന്ന് പറയുന്നതാണോ യഥാർത്ഥത്തിൽ വിവാദമാവേണ്ടത്? അല്ല, ഇതില് എന്താ വിഷയം? ഇപ്പൊ രണ്ട് കാര്യങ്ങൾ. KK ലതിവക MLA മോഹൻ മാഷെ കണ്ടത് വലിയ വിവാദമായി ആഘോഷിക്കപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ സാധാരണ ഏതൊരു ജയിലിൽ കിടക്കുന്ന ഒരാളും പുറത്തു പോകുന്ന സമയത്ത് പലരും സന്ദർശിക്കാറുണ്ട്, കാണാറുണ്ട്. MLA മാർക്ക് പ്രത്യേക പ്രിവിലേജും ഉണ്ട്. അത് കാണുന്നതിന് വേണ്ടി തിരുവഞ്ചൂർ KK രാഗേഷ് മീഡിയ വൺ ആണ് അക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തതയുണ്ട്. മെഡിക്കൽ കോളേജിന് മുൻപിൽ നിരവധി ഹോട്ടലുകൾ ഉണ്ടായിരിക്കെ ദേവഗിരി കോളേജ് റോഡിലുള്ള മറ്റൊരു മുന്തിയ ഹോട്ടലിൽ, മുന്തിയ റെസ്റ്റോറന്റിൽ അവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് സൗകര്യമൊരുക്കി കൊടുത്തു എന്നായിരുന്നു ഞങ്ങളുടെ റിപ്പോർട്ട്. അല്ല, അതില് ഏത് ഹോട്ടലിൽ പോയിട്ടും അത് ബന്ധപ്പെട്ട അധികാരികളുടെ തീരുമാനിക്കണം. ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാലോ, ചായ കുടിക്കാലോ, അതിലെന്താ പെസക്? ഞാൻ ചോദിക്കട്ടെ, ഈ പിന്നെ സരിത നായരും അതുപോലെ തന്നെ ബിജു രാധാകൃഷ്ണനും ഗസ്റ്റ് ഹൗസിൽ കൂടിയാലോചന നടത്തുമ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ സരിത നായർക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സും എല്ലാ സംഗതികളും ചെയ്തു കൊടുക്കുന്ന സമയത്ത് നടപടിയെടുക്കാൻ വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാണുന്നില്ലല്ലോ. മോഹൻ മാഷ് കണ്ട് സംസാരിച്ചു എന്നുള്ള ഒരു കുറ്റത്തിന് നടപടിയെടുക്കാൻ എന്തൊരു ആവേശമാണ്. യഥാർത്ഥത്തിൽ അതിലൊരു പെശകുമില്ല. MLAക്ക് ഏത് സമയത്തും ജയിലിൽ പോകാം. അതിന് പ്രത്യേക പെർമിഷൻ എടുത്ത ആവശ്യമില്ല. MLAക്ക് കടക്കുക ജയിലിൽ സന്ദർശന സമയത്ത് MLA മാർക്ക് പോകാം. അതിലൊരു പെശകുമില്ല. അത് പക്ഷേ ഒരു വിവാദമുണ്ടാക്കി ആഘോഷിക്കുകയാണ് ദൗർഭാഗ്യവശാൽ മാധ്യമങ്ങൾ ചെയ്തത്. KK രാഗേഷ് ദയവായി തുടരുക. ടെലിഫോൺ ലൈനിൽ സുഭാഷ് ബാബു, റിട്ടയർഡ് SP, ഇപ്പോൾ കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. സുഭാഷ് ബാബു, ഇന്ന് ജയിൽ DGPയുടെ പ്രസ്താവനയിൽ ഒരു കാര്യം, ജയിൽ വകുപ്പിന് ലഭിച്ച റിപ്പോർട്ടിലും അതേ തുടർന്നുണ്ടായ ഉത്തരവിലെയും എല്ലാം കാര്യങ്ങൾ കീഴ്ഘടകങ്ങളിലേക്ക് നൽകുകയും ജയിലുകളിലെ മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ കീഴുദ്യോഗസ്ഥർക്ക് നൽകി അതിൽ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പോലീസിന്റെ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്ന് DGP പറയുന്നു. എന്തായിരിക്കും വസ്തുത? അല്ല, ജയിലിലെ ഭരണവും ജയിലിൽ ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകേണ്ടത് ജയിലിൻ്റെ ചാർജ് വഹിക്കുന്ന സീനിയർ ഉദ്യോഗസ്ഥനായ ജയിൽ DGP ആണ്. അവിടുത്തെ ഭരണക്രമത്തിലോ അവിടുത്തെ സൂപ്പർവിഷനിലോ അവിടുത്തെ അറേഞ്ച്മെൻറ്റിലോ പോലീസിന് യാതൊരു രീതിയിലുള്ള സ്വാധീനവുമില്ല. അവിടെ ഏതെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളോ സമാനമായി പോലീസ് ഇടപെടേണ്ട ഏതെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായാൽ ജയിലധികാരികൾ പോലീസിനോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ പോലീസിന് ഇടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഏതെങ്കിലും കുറ്റകൃത്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യം ബന്ധപ്പെട്ട ആളുകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ നടപടിയെടുത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയാണ്. പക്ഷേ അതല്ലാതെ ജയിലിലെ കാര്യങ്ങൾ നടക്കാതെ പോയതിൻ്റെ ഉത്തരവാദി പോലീസ് എന്ന് പറഞ്ഞാൽ ശരിയല്ല. അത് നിർദ്ദേശം കൊടുത്തു, പക്ഷേ അത് ചെയ്തോ ചെയ്തില്ലയോ എന്ന് നോക്കാൻ പോലും സൂപ്പർവൈസറി ഉദ്യോഗസ്ഥനായ DGPക്ക് അധികാരമുണ്ട്. അദ്ദേഹമാണ് അത് ചെയ്യേണ്ടത്. ചെയ്തില്ലെങ്കിൽ ചെയ്യിക്കണം. ജയിൽ ഉദ്യോഗസ്ഥരെയും വാർഡന്മാരെയും അതുപോലെ മറ്റുള്ളവരെയും ഭീഷണിപ്പെടുത്തി, പ്രതികൾ ഭീഷണിപ്പെടുത്തി എന്ന് റിപ്പോർട്ട് നൽകിയിട്ട് പോലും നടപടിയെടുത്തില്ല എന്നാണ് DGPയുടെ ആരോപണം. അല്ലേ, അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോലീസ് നടപടിയെടുത്തെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാനുള്ള അവകാശം സാധാരണ പൗരന് പോലും ഉണ്ട്. അതായത് DGP എന്നുള്ളതിൽ അദ്ദേഹം പോലീസിലെ DGP ആയതുകൊണ്ടാണ് അദ്ദേഹം ജയിലിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ അവിടെയുള്ള ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലോ സൂപ്പർവൈസറി ഓഫീസർമാരോ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നത്തിന് അദ്ദേഹത്തിന് അന്നേരം തന്നെ ഉത്തരം കിട്ടും. അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത പരാതിയിൽ ആ പരാതിയുടെ പേരിൽ എന്ത് നടപടി എടുത്തു എന്ന് അറിയാൻ ഒരു സാധാരണ പരാതിക്കാരന് അവകാശമുള്ളപ്പോൾ DGP ലെവലിലുള്ള സീനിയർ മോസ്റ്റ് പോലീസ് ഓഫീസർ ആയുള്ള അദ്ദേഹത്തിന് എന്തുകൊണ്ട് അത് വാങ്ങാൻ സാധിച്ചില്ല, അതുകൊണ്ട് ചെയ്യിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് അത് ഉത്തരവാദിത്വമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ഒഴിവായിട്ട് മാത്രമേ എനിക്ക് കണക്കാൻ കഴിയുള്ളൂ. തിരികെത്താൻ താങ്കളിലേക്ക്. ശ്രീ N. സുബ്രഹ്മണ്യൻ, കോൺഗ്രസിലെ I ഗ്രൂപ്പ് വിഭാഗം ശക്തമായി ആവശ്യപ്പെടുന്നു തിരുവഞ്ചൂരിനെ മാറ്റണമെന്ന്. തിരുവഞ്ചൂരിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നു. ഈ കത്ത് നൽകൽ കൊണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ? അല്ല, ഞങ്ങളുടെ ആശങ്കകളാണ് പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഞങ്ങൾ ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വഴിവിട്ട് ജയിലിനകത്ത് പുറത്ത് ഒക്കെ സഹായങ്ങൾ കിട്ടുന്നു. അത് ഭരണകൂടത്തിൻ്റെ ഒത്താശയുണ്ട് എന്ന് പൊതുജനങ്ങൾ സംശയിക്കുമ്പോൾ ആ സംശയങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുകയാണ്.
ഞങ്ങളുടെ സംശയങ്ങൾ ഓരോന്നും ശരിയാണ് എന്ന് ഓരോ ദിവസം കഴിയുമ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇന്ന് പറഞ്ഞു ഈ കാര്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ജയിലിൽ എന്ന് പറയുന്നത് കുറ്റവാളികളെ അടയ്ക്കുന്ന ഒരു പ്രദേശമാണല്ലോ. ക്രിമിനൽ കേസുകളിൽ, കൊലപാതക കേസുകളിൽ രാജ്യത്തിൻ്റെ സ്വൈര സമാധാന ജീവിതത്തെ തകർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് കുറ്റവാളികൾ. ആ കുറ്റവാളികളെ സൂക്ഷിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ്, ആഭ്യന്തര വകുപ്പ് വന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ എന്താണ് ആശങ്കപ്പെടേണ്ടത്? ആ ആശങ്കയാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. അല്ലാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രിയോട് ഞങ്ങൾക്ക് മറ്റ് വ്യക്തിപരമായ യാതൊരു പ്രയാസവുമില്ല. ഈ ആശങ്കകൾ കേരളത്തിലെ പൊതുസമൂഹം, ആ ജനങ്ങളുടെ സ്വൈര സമാധാന ജീവിതം ഉറപ്പുവരുത്തേണ്ട ആഭ്യന്തര വകുപ്പ് ജയിൽ കുറ്റവാളികളെ പോലും നിലക്ക് നിർത്താൻ സാധിക്കാത്ത രീതിയിലേക്ക് അവിടെ വന്നു എന്ന് പറയുന്നത് ഏറ്റവും ഇതിനേക്കാൾ കൂടുതൽ ധാർമ്മിക ഉത്തരവാദിത്വം ഒരു ആഭ്യന്തരമന്ത്രിക്ക് മേലെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനാണ്. അദ്ദേഹം അത് ഏറ്റെടുക്കണം. ഈ കാര്യത്തിൽ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം. ജയിൽ DGPയെ ഇന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള നടപടികൾ ഈ ഗവൺമെൻറ് സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ശക്തമായി ആവശ്യപ്പെടാനുള്ളത്. തിരുവഞ്ചൂരിനെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ചു. കുറഞ്ഞ പക്ഷം DGP എങ്കിലും തലസ്ഥാനത്ത് നിന്ന് മാറ്റി ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്നും ഐ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങളെല്ലാം പരസ്യമായി ഉന്നയിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് പരസ്യ പ്രസ്താവനകൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പുറപ്പെടുവിക്കരുതെന്ന്. പക്ഷേ ഐ ഗ്രൂപ്പ് വിഭാഗം തിരുവഞ്ചൂരിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായി പരസ്യമായി തന്നെ ഇക്കാര്യം ആവശ്യപ്പെടുന്നു. എന്നിട്ടും നടപടിയൊന്നും ഉണ്ടാവുന്നില്ല. നടപടി ഉണ്ടാകും. ഇതിനേക്കാൾ കൂടുതൽ ജനവിരുദ്ധമായ നടപടികൾ സ്വീകരിച്ച ആളുകളെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഭരണരംഗത്തൊക്കെ മാറ്റിയ ചരിത്രം കേരളത്തിലുണ്ട്. അതിശക്തമായി ജനവിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ മാറ്റപ്പെടും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിശക്തമായി ഇത്തരം ജനങ്ങളെ അംഗീകരിക്കാത്ത, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ഭരണാധികാരികൾ, അത് കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിലും, അവർ നിലനിൽക്കാൻ അർഹതയില്ലാത്ത ആളുകളാണ്. അവരുടെ പേരിൽ നടപടി ഉണ്ടാകണം, അവരെ ഒഴിവാക്കണം എന്ന് തന്നെ ശക്തമായി ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ശ്രീ എൻ വേണു, അലക്സാണ്ടർ ജേക്കബ് വളരെ പരിണിതപ്രജ്ഞനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പോലീസ് അക്കാദമിയുടെ തലപ്പത്തും മറ്റും ഇരുന്നുകൊണ്ട് അക്കാദമിക കാര്യങ്ങളിൽ അദ്ദേഹം വളരെയധികം മികവ് പുലർത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരാൾക്കെതിരെ കേരളത്തിൽ അതിശക്തമായ പ്രതിഷേധമുയർന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾക്കെതിരെ, നിലപാടുകൾക്കെതിരെ. CPM ഇക്കാര്യത്തിൽ ജയിൽ DGPയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കമ എന്നൊരക്ഷരം മിണ്ടുന്നില്ല. എന്തായിരിക്കും ഇതിന് പിന്നിലെ രാഷ്ട്രീയ സൂത്രവാക്യം? ജയിൽ DGP ഈ പ്രഗത്ഭനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന അഭിപ്രായം ഏതടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് സർവീസ് റൂള് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഇത്ര ഒരു പത്രസമ്മേളനം അദ്ദേഹം നടത്താൻ പാടില്ലായിരുന്നു. കാരണം സർക്കാരിൻ്റെ ഭാഗമാണ് DGP, ആ സർക്കാരിൻ്റെ ഭാഗമാണ് പ്രോസിക്യൂട്ടർമാർ. ആ സർക്കാരിൻ്റെ ഭാഗത്തും പ്രോസിക്യൂഷന് വേണ്ടി നിലനിൽക്കേണ്ട ഒരു DGP കോടതിയിൽ ഈ ജഡ്ജിയെ സ്വാധീനിക്കുന്ന രൂപത്തിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു. അതിനെ CPM പിന്തുണക്കുന്നു. CPM പിന്തുണക്കുന്നതിന് അത്ഭുതമില്ല. കാരണം CPM TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ഒന്നടങ്കം സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ വഴികളും തേടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ MK ദാമോദരൻ എന്ന് പറയുന്ന CPIMൻ്റെ സീനിയർ അഭിഭാഷകൻ, മുൻ LDF ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ CPMൻ്റെ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു, മസിൽ പവർ ഉപയോഗിക്കുന്നു, സാക്ഷികളെ ഭീഷണിപ്പെടുത്തി മൊഴിമാറ്റിക്കുന്നു. അങ്ങനെ എല്ലാ ശ്രമവും നടന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ രാകേഷ് പറഞ്ഞു, മോഹൻ മാസ്റ്റർ വഴിപോകുമ്പോൾ ഇത് കണ്ടതിന് എന്താ കുഴപ്പം? MLAക്ക് പ്രതികളെ കാണാനുള്ള അവകാശമുണ്ട്. അതൊക്കെ MLA ആയാലും മന്ത്രി ആയാലും അത് ഉദ്യോഗസ്ഥ മേധാവിയുടെ അനുവാദത്തോടു കൂടിയാണ്. അല്ലാതെ വഴിയിൽ പോകുന്ന വഴിക്ക് കൊണ്ട് പ്രതികളെ തടഞ്ഞു നിർത്തി സംഭാഷണം നടത്താനും ചായ കുടിക്കാനുള്ള അവകാശമില്ല. അപ്പോൾ ഇവിടെ മോഹൻ മാസ്റ്റർ കണ്ടതും തുടർന്ന് ഫൈസ് എന്ന് പറയുന്ന കള്ളക്കടത്ത് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടനിലക്കാരൻ ഈ മോഹൻ മാസ്റ്റർ തന്നെ ജയിലിൽ പോയി കാണാനും അവസരം കൊടുത്തതും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ DGPയും CPMൻ്റെ ഉന്നത നേതാക്കന്മാരും കള്ളപ്പണക്കാരും എല്ലാം ബന്ധപ്പെട്ട ഒരു അവിഹിത കൂട്ടുകെട്ട് ചന്ദ്രശേഖരൻ കേസിന് വേണ്ടി ഈ നിലകൊള്ളുന്നു എന്നതിൻ്റെ തെളിവാണ്. അതിനൊപ്പമാണ് DGP എന്ന് പറയുന്നത് ഒരു ചിലർക്കാർ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി കഴിഞ്ഞാൽ തൊട്ടടുത്ത ആളാണ് DGP. ആ DGP ഈ ഇത്തരമൊരു അഭിപ്രായം പറയുമ്പോൾ എന്തും പറയാൻ ഇവിടെ കഴിയും, ചോദിക്കാൻ ആളില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വന്നു എന്ന് സാധാരണക്കായ ആളുകൾ ധരിച്ചാൽ തെറ്റു പറയാൻ കഴിയും. തിരികെ താങ്കളിലേക്ക് ശ്രീ KK രാഗേഷ്, ഇവിടെ എൻ വേണു ചൂണ്ടിക്കാട്ടിയതുപോലെ മോഹൻ മാസ്റ്ററെ ഭാര്യ KK ലതിക സന്ദർശിച്ച കാര്യം മാറ്റിവെക്കുക. ഈ TP വധക്കേസിൽ പ്രതിപ്പട്ടികയിലുള്ള അണ്ണൻ ഷിജിത്ത് മുതൽ തുടങ്ങി നിരവധി പ്രതികൾ, ആ പ്രതികളുടെ കാര്യത്തിൽ CPM ഒരു പ്രതിരോധ മനോഭാവത്തിലെത്തേണ്ട കാര്യമുണ്ടോ?
യഥാർത്ഥത്തിൽ ഇവരൊക്കെ അറസ്റ്റിലായപ്പോൾ അന്ന് തന്നെ CPM ഇവരെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ്. മോഹനൻ മാസ്റ്ററുടെ കാര്യത്തിൽ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പ്രതിരോധിക്കേണ്ട ബാധ്യത പാർട്ടിക്കുണ്ട്. പക്ഷേ മറ്റുള്ള പ്രതികളുടെ കാര്യത്തിൽ എന്തിനാണ് ഈ പ്രതിരോധ മനോഭാവം? അല്ല, ഈ അഡ്വക്കേറ്റ് MK ദാമോദരൻ ഹാജരായിട്ടുള്ളത് മോഹനൻ മാസ്റ്റർക്ക് വേണ്ടിയാണ്. അത് താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് അവിടെയുള്ള റിപ്പോർട്ടറോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നന്നായിരിക്കും. പിന്നെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല. കാരണം ആ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ എന്നെ കൂടി അതിൽ പ്രതി ചേർത്തതാണ്. അതുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്താൻ ഞാൻ തയ്യാറല്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല. യഥാർത്ഥത്തിൽ DGPയെ ബലിയാടാക്കി ആഭ്യന്തരമന്ത്രി രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ മാത്രമൊന്നല്ലല്ലോ, പല സന്ദർഭങ്ങളിലും ഇത്തരം ഏർപ്പാടുകൾ നടന്നിട്ടുണ്ടല്ലോ. നമ്മളിപ്പോ ഫോൺ ജയിലിനകത്ത് വെച്ച് ഫോൺ വിളിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് വളരെ ശരി തന്നെയാണ്. ഫോൺ ചെയ്യാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. പക്ഷെ ഇത്തരം ഒരു പ്രീസിഡന്റ് ജയിലിനകത്ത് വെച്ച് ഫോൺ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന അവബോധം, പൊതുബോധം ഇവിടെ ഉണ്ടാക്കിയതാരാ? ബാലകൃഷ്ണപിള്ളയെ സുപ്രീം കോടതി 1 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടയാളാണ് ബാലകൃഷ്ണപിള്ള. ബാലകൃഷ്ണപിള്ള റിമാൻഡ് തടവുകാരനല്ല. ശിക്ഷിക്കപ്പെട്ട ബാലകൃഷ്ണപിള്ള 700 തവണ അങ്ങോട്ടേക്കും 900 തവണ ഇങ്ങോട്ടേക്കും ബാലകൃഷ്ണപിള്ളയുടെ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയുണ്ടായി. വിളിച്ചത് ചില്ലറക്കാരില്ല. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ UDFന്റെ നേതാക്കന്മാരുൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെയുള്ള പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. അതിന് കൃത്യമായ തെളിവുണ്ട്. അത്തരം ഒരു സംഭവം ഉണ്ടായി. അതിന്റെ പേരിൽ വിളിച്ചവരുടെ പേരിലോ അങ്ങോട്ട് വിളിച്ചവരുടെ പേരിലോ ഇങ്ങോട്ട് വിളിച്ചവരുടെ പേരിലോ എന്തെങ്കിലും നടപടിയെടുത്തില്ല. അത് 1 വർഷം കാലം തടവ് ശിക്ഷയ്ക്ക് വിധേയപ്പെടാവേണ്ട ബാലകൃഷ്ണപിള്ള 69 ദിവസം കൊണ്ട് ജയിലിൽ ഇറങ്ങുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിനൊരു മാറാരോഗം പിടിപെട്ടു എന്നുള്ള ചിത്രമുണ്ടാക്കി അദ്ദേഹത്തെ ജയിലിൽ കിടത്താതെ ആശുപത്രിയിൽ സുഖസൗകര്യം ഒരുക്കുന്ന സമീപനമാണ് UDF ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ നിയമമൊന്നും ഇവിടെ ബാധകമല്ല. ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ എളുപ്പം കാറ്റിൽ പറത്താൻ വേണ്ടി സാധിക്കും. ഇതിനൊന്നും വലിയ കാര്യമില്ല എന്നൊരു പൊതുബോധം ഉണ്ടാക്കിയ UDF ഗവൺമെന്റാണ്. ആ പൊതുബോധത്തെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾ പരിശോധിച്ചോ? ഉത്തരവാദികളെ കണ്ടുപിടിച്ചോ? അതിനൊന്നും ഇവിടെ CPMന് യാതൊരു തർക്കമില്ലല്ലോ, ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. ശ്രീ KK രാഗേഷ്, അഡ്വക്കേറ്റ് MK ദാമോദരൻ കേസിൽ ഹാജരായത് ആർക്ക് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ പ്രശ്നം അതല്ല. ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ പേജുകളിൽ CPMന്റെ പാർട്ടി പ്ലീനത്തിൻ്റേത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യപ്പെട്ട വാർത്ത പുറത്തു വന്നപ്പോൾ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇതിൽ കോടതിയിൽ കേസിൽ നിൽക്കുന്ന ഒരു വിഷയത്തിന്റെ മേലെ CPM നേതാക്കന്മാർ എന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞത്? അതിന് ഏത് വിധത്തിലായിക്കൂടെ? ഞാനത് ആദ്യമേ ചോദിച്ചത്, ഇതിൽ ജയിലിൽ കിടക്കുന്ന ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് ഉള്ള നടപടികൾ എടുക്കുന്നതിന് ആർക്കാ തടസ്സം? ഇവിടെ പ്രശ്നം എന്താ? പ്രശ്നം ജയിലിനകത്ത് കിടന്നവർ എന്തെങ്കിലും ചെയ്തതായിട്ട് തെളിവില്ലെന്ന് DGP ആണ് പറയുന്നത്. അതുപോലെ തന്നെ തെളിവുകൾ കിട്ടിയെന്ന് ആഭ്യന്തരമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ പുറത്തു നിന്ന് ആർക്കെങ്കിലും പ്രൊഫൈൽ തുടങ്ങിക്കൂടെ? താങ്കളുടെ പേരിൽ എനിക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാലോ? ഈ വേണുവിന്റെ പേരിൽ ഞാനിപ്പോ പ്രൊഫൈൽ ഉണ്ടാക്കി കാണിച്ചു തരണോ? അതിനൊരു പ്രയാസമുള്ള കാര്യമല്ലല്ലോ. അതിന് വേണുവിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ മതിയല്ലോ, പുറത്തുനിന്ന് ചെയ്യാലോ. അപ്പൊ അതിന് CPMന്റെ പടലിക്ക് എന്തിനാ വഴിയായിരുന്നത്? അതാ മനസ്സിലാക്കാത്തത്. തിരികെ താങ്കളിലേക്ക് ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ഫേസ്ബുക്ക് ജയിലിനുള്ളിൽ ഉപയോഗിച്ചതിന്, ഫോണുകൾ ഉപയോഗിച്ചതിന് തെളിവില്ല എന്ന് DGP പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഏകപക്ഷീയമായി തെളിവില്ല എന്ന് പ്രഖ്യാപിക്കാൻ മാത്രം എന്ത് അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ജയിൽ DGP നടത്തിയിട്ടുള്ളത്? അല്ല, പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു കേസ് വ്യക്തമായി തെളിവ് ശേഖരണത്തിലൂടെ സ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ ആ വിവരങ്ങൾ പുറത്തു പറയാൻ പാടുള്ളൂ എന്നാണ് പോലീസ് സർവീസ് റൂൾ ചട്ടങ്ങൾ. അപ്പോൾ അതിന് വിപരീതമായി ഏത് തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണെങ്കിലും അത് ശരിയാണ് ശരിയല്ല എന്ന് തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രതികരിക്കാൻ പാടില്ല. അങ്ങനെ പ്രതികരിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മിസ്കോണ്ടക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഉത്തരവാദിത്വരഹിതമായ പ്രസ്താവനയായിട്ട് കണക്കാക്കണം എന്നാണ് പോലീസ് മാനുവൽ വ്യക്തമായി പറയുന്നത്. അത് അദ്ദേഹത്തിന് ബാധകമാണ്. അത് അദ്ദേഹം പറഞ്ഞത് ശരിയായി എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം പ്രത്യേകിച്ച് ഇത്രയും സീനിയറായിട്ടൊരു ഉദ്യോഗസ്ഥൻ, പരിചയസമ്പന്നനായ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടാകാൻ പാടില്ല. കാരണം പ്രിമച്വറായിട്ട് യാതൊരു കമൻറ്റും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയാൻ പാടില്ല.
അന്വേഷണം പൂർത്തിയാക്കി തെളിവ് ശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ശരി അല്ലെ തെറ്റ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അതിനു മുമ്പ് കേസിനെ പറ്റി ഒരു അഭിപ്രായ പ്രകടനം പറയരുത്. അങ്ങനെ പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണ വീഴ്ചയായി കണക്കാക്കും എന്ന്, അത് ഉത്തരവാദിത്വമില്ലാതെ ഉള്ള പ്രതികരണം എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തുന്നില്ല. എന്തായിരിക്കും ഇതിന് കാരണം? അല്ല, മുഖ്യമന്ത്രി ഇന്ന് ജനസമ്പർക്ക പരിപാടിയുമായി തിരക്കിലാണ്, അതുകൊണ്ടായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഇന്ന് തന്നെ മുഖ്യമന്ത്രി ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും കേരളത്തിലെ ഗവൺമെൻറ് വളരെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു കാര്യമാണ് ഇന്ന് DGPയുടെ പ്രസ്താവനയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ ക്രിമിനലുകളും കൊടും കുറ്റവാളികളും ജയിലിലടക്കപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിന്, അല്ലെങ്കിൽ അവരുടെ ആവശ്യമായ സെക്യൂരിറ്റി നൽകിക്കൊണ്ട് ആ ജയിൽ ചട്ടങ്ങൾ അവർക്ക് ബാധകമാക്കുന്നതിന് സർക്കാരിന് വീഴ്ച വന്നാൽ അതിനേക്കാൾ വലിയ ക്രമസമാധാന പ്രശ്നം നമ്മുടെ രാജ്യത്തുണ്ടാകാനില്ല. ഈ ആളുകളൊക്കെ നാളെ ഇനി ജയിൽ പൊളിഞ്ഞ്, ഒരു ജയിലിൻ്റെ ഒരു അറ്റം പൊളിഞ്ഞ് പുറത്ത് വന്നാൽ അതൊന്നും ഞങ്ങൾക്ക് തടയാൻ പറ്റില്ല എന്ന് നാളെ DGP പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതിനേക്കാൾ വലിയ ജയിലുകളൊക്കെ രാജ്യത്തിലില്ലേ? ഇപ്പോൾ പരപ്പനഹാര എന്ന് പറയുന്നൊരു ജയിലില്ലേ ബാംഗ്ലൂരിൽ? 3000 കുറ്റവാളികളാണ് അവിടെ. ഇന്ന് ആ 3000-ന് പകരം 5000 കുറ്റവാളികളെ അവിടെ സംരക്ഷിക്കുന്നുണ്ട്. അവിടെ ഇത്തരം പ്രശ്നങ്ങളില്ലല്ലോ. തീഹാർ ജയിലുണ്ട് ഇന്ത്യ രാജ്യത്ത്, ഏറ്റവും വലിയ ജയിലാണ്. ആ തീഹാർ ജയിലിൽ ആയിരക്കണക്കിന് കുറ്റവാളികളെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അവിടെ നിയമവിധേയമായി ആ കുറ്റവാളികൾ അവിടെ പരിപാലിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെ രാജ്യത്ത് പല ജയിലുകളിലും നടക്കുന്ന കൃത്യമായ ജയിലിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൽ സാധ്യമല്ല എന്ന് പറയുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ആ വീഴ്ച സർക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ട്. വേണു, രാഷ്ട്രീയ തടവുകാർക്കാണ് ഇത്തരം പ്രത്യേക പ്രിവിലേജുകൾ ജയിലുകളിൽ ലഭിക്കുന്നത്. ഇപ്പോൾ TP വധക്കേസിൽ തന്നെ ഇത്തരം പ്രിവിലേജുകൾ ലഭിച്ചതുകൊണ്ട് മൊഴികളെ കൂറുമാറ്റിക്കാൻ, സാക്ഷിമൊഴികൾ മാറ്റി എഴുതാൻ വേണ്ടി, സാക്ഷികളെ കൂറുമാറ്റാൻ വേണ്ടി ജയിലിനകത്ത് നിന്ന് തന്നെ ഫോൺ വിളികൾ പോയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഈ സാഹചര്യത്തിൽ TP വധക്കേസ് സംസ്ഥാനത്തെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ച് കുറ്റം തെളിയുമെന്നോ പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്നോ താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, TP വധക്കേസിൽ ഇടപെട്ട അല്ലെങ്കിൽ അതിനെ സഹായിച്ച അല്ലെങ്കിൽ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ച രാഷ്ട്രീയ നേതൃത്വത്തെ സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് P. മോഹനനിൽ ഈ കേസ് എത്തി നിന്നപ്പോൾ തുടരന്വേഷണം CBIക്ക് വിടണം എന്ന ശക്തമായ അഭിപ്രായം ഞങ്ങൾ പറയുകയും ഇപ്പോഴും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഡിസംബർ 31 ഈ കേസിൻ്റെ വിധി വരുന്നതോടുകൂടി ആ പ്രശ്നം നിയമപരമായി നേരിടാൻ തന്നെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജയിൽ DGP എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ മാത്രം തലയിൽ ഉദിച്ച സ്റ്റേറ്റ്മെൻ്റ് അല്ല ഇന്ന് നൽകിയിട്ടുള്ളത്. വളരെ ആലോചിച്ചുകൊണ്ട് ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന, ഇതിൽ പങ്കാളികളായ രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ച് ഉൾപ്പെടെ അന്വേഷിക്കാൻ ഒരു CBI എൻക്വയറി ഈ ജയിൽ ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംബന്ധിച്ച് നടത്തണമെന്നുകൂടി ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇപ്പോൾ രാകേഷ് സൂചിപ്പിച്ചതുപോലെ വളരെ ലാഘവത്തോടു കൂടിയാണ് രാകേഷ് ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ DGP പറഞ്ഞു എന്ന് പറഞ്ഞാണ്. DGP ചട്ടവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചു. ഇന്നലെ 3 ദിവസമായി ഇവിടെ ഈ പ്രശ്നം മാധ്യമങ്ങളിലൂടെ വലിയ രൂപത്തിൽ സംവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംവാദത്തിൽ CPM അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇന്ന് DGP ഈ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ആ DGP പ്രശസ്തനായ പ്രഗത്ഭനായ ഒരു പോലീസ് ഓഫീസറാണ് എന്ന് മുൻ ആഭ്യന്തര മന്ത്രി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ആരുടെ നിർദ്ദേശമാണ് DGP ഇപ്പോൾ ഒന്നുകിൽ കോടിയേരി ബാലകൃഷ്ണനാണോ തിരുവഞ്ചൂരിലാണോ? അത് ഗവൺമെൻറ്റിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെ സുബ്രഹ്മണ്യൻ ഇവിടെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം കേരളത്തിലെ ജനങ്ങൾ കാതോർക്കുകയാണ്. ഇത് സംബന്ധമായി ഇത്തരമൊരു ഉദ്യോഗസ്ഥനെ സർവീസ് റൂളിൽ പോലും അതിൻ്റെ പ്രഥമ കാര്യങ്ങളെപ്പോലും അറിയാത്ത ഒരു DGPയെ സർവീസിൽ വെച്ചു പൊറിപ്പിക്കുക എന്ന് പറയുന്നത് കേരളീയ സമൂഹം അംഗീകരിക്കില്ല. കാരണം TP ചന്ദ്രശേഖരൻ വധം എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും പൈശാചികമായ രാഷ്ട്രീയ കൊലപാതകമാണ്. ശ്രീ N. വേണു, സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഈ കേസിൽ DGPയുടെ പ്രസ്താവന അവശേഷിപ്പിക്കുന്നുണ്ട്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ N. വേണു, KK രാഗേഷ്, N. സുബ്രഹ്മണ്യം, ശ്രീ സുഭാഷ് ബാബു. വളരെയധികം നന്ദി. അതിഥികൾക്ക് ഒരിക്കൽ കൂടി ന്യൂസ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ഇടവേളയിലേക്ക്. കൂടുതൽ വാർത്തകളിലേക്ക്. വിദേശത്ത് നിന്ന് പ്രവാസികൾക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്പെഷ്യൽ ഇലക്ഷൻ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി. കമ്മീഷന്റെ സ്ഥിരം നിരീക്ഷകൻ എന്ന നിലയിൽ ഇതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം മസ്കത്തിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് സമ്പ്രദായം എങ്ങനെ കൂടുതൽ ജനകീയമാക്കാം എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പ്രവാസികൾക്ക് വിദേശത്ത് നിന്ന് നേരിട്ട് വോട്ട് രേഖപ്പെടുത്താനുള്ള സാധ്യതകളും ആരായുന്നുണ്ട്. പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിച്ച് കാലക്രമേണ ഇത് നടപ്പിലാക്കും എന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ഇപ്പോൾ പൊതുഭരണ വകുപ്പിൽ സൈനികക്ഷേമ വിഭാഗം ചുമതല വഹിക്കുന്ന രാജു നാരായണ സ്വാമി പറഞ്ഞു. അതിന് അകത്തെ അണിയറകളിലെ ഡിസ്കഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാസിയുടെ വോട്ടവകാശം തന്നെയാണ്. ഇന്ന് ടെക്നോളജി വളരെയേറെ, ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെയേറെ അതിദ്രുതം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്റർനെറ്റ് വഴിയുള്ള വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഓവർ എ പീരീഡ് ഓഫ് ടൈം തീർച്ചയായിട്ടും ഇത് നടപ്പാകും എന്നാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാളം വിങ് സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന്റെ മുഖ്യാതിഥിയായാണ് രാജു നാരായണ സ്വാമി മസ്കത്തിലെത്തിയത്. മുഴുവൻ പ്രതിസന്ധികളെ അതിജീവിച്ചും അഴിമതിക്കെതിരായ തന്റെ ചെറുത്തുനിൽപ്പ് തുടരുമെന്നും അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, മലയാളം വിങ് ഭാരവാഹികളായ കാളിദാസൻ, ചന്ദ്രശേഖരൻ, രവീന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 3 ദിവസം നീളുന്ന കേരളോത്സവത്തിന് ഇന്ന് അൽഫലാജ് ഹോട്ടലിൽ തുടക്കമായി. നാളെ നടക്കുന്ന വനിതാ ദിനാചരണത്തിൽ കെ അജിത പങ്കെടുക്കും. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. സൗദി ആഭ്യന്തര തൊഴിൽ മന്ത്രാലയങ്ങൾ നടത്തിവരുന്ന പരിശോധനയുടെ ഭാഗമായി ഇളവ് കാലത്ത് 2.5 ലക്ഷം സ്വദേശികൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ടെന്ന് തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫക്കീഹ് പറഞ്ഞു. നിതാഖാത്ത് വ്യവസ്ഥയുടെ ഭാഗമായി തൊഴിൽ മേഖല ക്രമപ്പെടുത്താൻ ഇരു മന്ത്രാലയങ്ങളും ചേർന്ന് പ്രഖ്യാപിച്ച ഇളവ് കാലമാണ് തൊഴിൽ രംഗത്തെ സ്വദേശിവൽക്കരണത്തിന് ആക്കം കൂട്ടിയത്. കിഴക്കൻ പ്രവിശ്യയിലെ അൽക്കോബാറിൽ തൊഴിൽ മന്ത്രാലയം സംഘടിപ്പിച്ച സാമൂഹ്യ സംവാദത്തിൽ പങ്കെടുത്തു സംസാരിച്ച ശേഷം നടത്തിയ പ്രസ്താവനയിലാണ് തൊഴിൽ മന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ 6.1% കുറയാനും നിതാഖാത്ത് കാരണമായിട്ടുണ്ട്. തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്നതായിരുന്നു തൊഴിൽ മന്ത്രാലയം സംഘടിപ്പിച്ച 3ാമത് സാമൂഹിക സംവാദത്തിന്റെ വിഷയം. സൗദി തൊഴിൽ മേഖല വനിതകൾക്ക് തുറന്നുകൊടുത്തതിനു ശേഷം 6 ലക്ഷം സ്ത്രീകൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്ക്. നിതാഖാത്ത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്വദേശികൾക്ക് തൊഴിൽ ലഭിച്ചതിന്റെയും ഇളവുകാലത്ത് വിദേശികൾ ഉപയോഗപ്പെടുത്തിയ സേവനത്തിന്റെയും വിശദമായ കണക്കുവിവരങ്ങൾ അടുത്ത ദിവസം തൊഴിൽ മന്ത്രാലയം പുറത്തുവിടുമെന്നും എഞ്ചിനീയർ ആദിൽ ഫക്കീഹ് പറഞ്ഞു. സ്വദേശി പുരുഷന്മാരിലെ തൊഴിലില്ലായ്മ 10.6% നിന്നും 6.3% കുറഞ്ഞപ്പോൾ സ്ത്രീകളിൽ അത് 28.4 നിന്നും 34.8% വർദ്ധിക്കുകയാണുണ്ടായത്. സ്വകാര്യ കമ്പനികളിൽ സ്വദേശികളുടെ ശമ്പള വർധനവും വേതന സംരക്ഷണ നിയമവും പടിപടിയായി നടപ്പാക്കുമെന്നും തൊഴിൽ മന്ത്രി പറഞ്ഞു. നിലവിൽ 3000 ജോലിക്കാരുള്ള സ്ഥാപനങ്ങൾക്കും സ്വകാര്യ സ്കൂളുകൾക്കുമാണ് വേതന സംരക്ഷണ നിയമം നിർബന്ധമാക്കിയിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിൽ 2000 പേരുള്ള കമ്പനികൾക്കും ഇത് ബാധകമാവും. പിന്നീട് 500 പേരുള്ള കമ്പനികൾക്കും നിയമം നിർബന്ധമാക്കും. സ്വദേശികളുടെ കുറഞ്ഞ ശമ്പളം തുടക്കത്തിൽ മന്ത്രാലയം നിശ്ചയിച്ചതും കാലോചിതമായി വർദ്ധിപ്പിക്കുമെന്നും തൊഴിൽ മന്ത്രി പറഞ്ഞു. അസർപുള്ളിയിൽ, മീഡിയ 1, റിയാദ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫയും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദും ഇറാൻ സന്ദർശിക്കും. ഇറാൻ പ്രസിഡന്റ് ഹസൻ റൂഹാനിയുടെ ക്ഷണം സ്വീകരിച്ചാണ് സന്ദർശനം. ആണവ കരാർ രൂപപ്പെട്ടതോടെ ഉപരോധം നീങ്ങുന്ന ഇറാനുമായി അടുത്ത ബന്ധം രൂപപ്പെടുത്താനാണ് UAEയുടെ നീക്കം. UAEയിൽ എത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രിക്ക് ഹൃദ്യമായ സ്വീകരണമാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. ഉപരോധം പിൻവലിക്കപ്പെടുന്നതോടെ കയറ്റ് ഇറക്കുമതി രംഗത്ത് വൻ വളർച്ച ഉണ്ടാകുമെന്നതിനാൽ വാണിജ്യ കേന്ദ്രങ്ങൾ ആഹ്ലാദത്തോടെയാണ് പുതിയ സൗഹൃദത്തെ നോക്കിക്കാണുന്നത്. ദോഹയിലെ പുതിയ തുർക്കി എംബസി കാര്യാലയം പ്രധാനമന്ത്രി റജബ് തൊയ്യിബ് എർദോഗാൻ ഉദ്ഘാടനം ചെയ്തു. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഖത്തറുമായുള്ള പ്രവർത്തനം കൂടുതൽ ഉപകാരപ്പെട്ടെന്ന് എർദോഗാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തുർക്കി എംബസിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തുർക്കി പ്രധാനമന്ത്രി റജബ് തൊയ്യിബ് എർദോഗാൻ നിർവഹിച്ചു. ഖത്തർ മുനിസിപ്പാലിറ്റി ആൻഡ് അർബൻ പ്ലാനിംഗ് വകുപ്പ് മന്ത്രി ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ ഥാനി പരിപാടിയിൽ പങ്കെടുത്തു. ഖത്തറുമായുള്ള തുർക്കിയുടെ ബന്ധത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നും അറബ് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഖത്തറുമായുള്ള പ്രവർത്തനം ഏറെ ഗുണപ്പെട്ടുവെന്നും എർദോഗാൻ വ്യക്തമാക്കി. ഖത്തറും തുർക്കിയും തമ്മിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ മികവുറ്റതായി. 2012 തുർക്കിയിലെത്തിയ ഖത്തർ വിനോദസഞ്ചാരികളുടെ എണ്ണം 14,000 ആയിരുന്നുവെന്നും എർദോഗാൻ കൂട്ടിച്ചേർത്തു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് ആൽ സാനിയുമായി അമീരി ദിവാനിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും സിറിയ ഉൾപ്പെടെയുള്ള അറബ് വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തതായും ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. റമീസ് ചാത്തിയാറ, മീഡിയ 1, ദോഹ. ചരിത്രത്തിലാദ്യമായി സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ രൂപപ്പെടാൻ പോകുന്ന തൊഴിൽ കരാർ ഇന്ത്യയിൽ നിന്ന് കൂട്ടത്തോടെ വീട്ടുവേലക്കാരെ സൗദിയിലെത്തിക്കുന്നതിനുള്ള പ്രോത്സാഹനമല്ലെന്ന് ഇന്ത്യൻ എംബസിയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സിബി ജോർജ് പറഞ്ഞു.
ജനുവരിയോടെ നിലവിൽ വരാൻ പോകുന്ന തൊഴിൽ കരാറിനെക്കുറിച്ച് ദമ്മാമിൽ മാധ്യമപ്രവർത്തകരുമായി ചർച്ച ചെയ്യുകയായിരുന്നു അദ്ദേഹം. സൗദിയും ഇന്ത്യയും തമ്മിൽ വർദ്ധിച്ചുവരുന്ന നയതന്ത്ര ബന്ധത്തിന്റെ പ്രധാന പ്രതിഫലനം കൂടിയാണ് ഇത്. പ്രവാസ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചുവടുവെപ്പിന്റെ ആദ്യപടി എന്ന രീതിയിൽ 14 വിഭാഗങ്ങളിലായി ജോലി ചെയ്യുന്ന വീട്ടുവേലക്കാർക്ക് വേണ്ടിയാണ് തൊഴിൽ കരാർ നിലവിൽ വരുന്നത്. ഇതോടെ ഇവരും സൗദിയുടെ നിയമപരിരക്ഷയുടെ കീഴിൽ വരികയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാകുകയും ചെയ്യും. തൊഴിൽ മേഖലയെ നിയമവിധേയമാക്കുന്നതിനു വേണ്ടി പ്രഖ്യാപിച്ച നിദാഖാത്തിനോടുള്ള ഇന്ത്യൻ പ്രവാസികളുടെ പ്രതികരണം ഇന്ത്യക്കാരോട് ഉദാര സമീപനം പുലർത്താൻ സൗദിയെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം മെയ് 30-നാണ് സൗദിയും ഇന്ത്യയും തമ്മിലുള്ള തൊഴിൽ കരാറിന്റെ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. തുടർന്നു നടന്ന നിരവധി ചർച്ചകൾക്കൊടുവിൽ ഇതിന്റെ കരട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ നിയമങ്ങൾ പിന്തുടർന്ന് തൊഴിൽ കരാർ ഒപ്പിട്ടവർക്ക് മാത്രമേ വീട്ടുജോലിക്കായി സൗദിയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്നവർ അവധിക്ക് നാട്ടിൽ പോയി തിരികെ എത്തണമെങ്കിലും തൊഴിൽ കരാർ നിർബന്ധമാക്കും. ഇന്ത്യയിലെയും സൗദിയിലെയും അംഗീകൃത ഏജൻസികൾക്ക് മാത്രമേ ഇവരുടെ റിക്രൂട്ട്മെന്റ് സാധ്യമാവുകയുള്ളൂ. തൊഴിൽ നിയമലംഘനങ്ങൾക്ക് തൊഴിലാളികൾ വിധേയമായാൽ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കെതിരെ നടപടിയെടുക്കും. തൊഴിൽ കരാർ പ്രകാരം ഇവർ തൊഴിലെടുക്കുന്ന പ്രദേശത്തിന്റെ വിവരങ്ങൾ നൽകണം. ശമ്പളം ബാങ്ക് വഴി വിതരണം ചെയ്യണം. ആഴ്ചയിൽ 1 ദിവസം അവധി, ശമ്പളത്തോടു കൂടിയ വാർഷികാവധി, വൃത്തിയായ പരിസരത്തോടു കൂടിയ താമസ സൗകര്യം, ഭക്ഷണം എന്നിവ തൊഴിലാളികൾക്ക് ലഭ്യമാക്കണം. ഇവർക്ക് അപകടമോ മരണമോ സംഭവിച്ചാൽ 24 മണിക്കൂറിനകം ഇന്ത്യൻ എംബസിയെ അറിയിച്ചിരിക്കണം. സൗദിയിലെ പ്രവാസികളുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആവശ്യത്തിന്റെ പ്രാഥമിക ഘട്ടമാണ് ഈ തൊഴിൽ കരാറിലൂടെ സാധ്യമാകുന്നത്. മീഡിയ 1 ദമാം. സിനിമയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ കുറഞ്ഞു വരികയാണെന്ന് പ്രമുഖ സംവിധായകൻ രാജീവ് അഞ്ചൽ പറഞ്ഞു. സംഘടനകൾ സിനിമയ്ക്ക് ദോഷമാണ് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം ദോഹയിൽ പറഞ്ഞു. ഇടുക്കി ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഐഡിയ ഖത്തറിന്റെ 3ാമത് വാർഷികാഘോഷ പരിപാടിയോടനുബന്ധിച്ചാണ് മലയാളത്തിലെ സംവിധായകനും കലാസംവിധായകനുമായ രാജീവ് അഞ്ചൽ ദോഹയിലെത്തിയത്. സാമൂഹ്യ പ്രതിബദ്ധതയും ഉത്തരവാദിത്ത ബോധവുമുള്ള പ്രമേയങ്ങൾ സിനിമയിലും സീരിയലിലും ഉണ്ടാകാത്തത് അപകടകരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സിനിമയും സീരിയലും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഉത്തരവാദിത്ത ബോധമുള്ള അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള എഴുത്തുകാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മലയാള സിനിമ ഇന്ന് പൂർണ്ണമായും കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. സംഘടനകളുടെ ആധിക്യം സിനിമയ്ക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയതെന്ന് ഗുരു എന്ന ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ രാജീവ് അഞ്ചൽ വ്യക്തമാക്കി. സിനിമയിലെ സാങ്കേതിക വിദ്യ മനസ്സിലാകാത്ത യുവതലമുറ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. അപ്പൊ സത്യത്തിൽ ഈ റോപ്പ് റൈസ് ചെയ്ത് കഴിഞ്ഞോടുകൂടി കാണുന്ന ഒരാൾക്ക് ഇത് യഥാർത്ഥത്തിൽ വന്നതാണ് എന്ന് തോന്നുകയും കുട്ടികൾ പ്രത്യേകിച്ച് അപ്പൊ അവർ ഇതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് എത്രയോ വാഹനങ്ങളുടെ അടിയിൽ പോകുന്നവര് അവർക്ക് റോപ്പില്ല. മദ്യപാനവും വ്യഭിചാരവുമില്ലാത്ത സിനിമയും സീരിയലുകളും ഇന്ന് വളരെ വിരളമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ അവസ്ഥ മാറണമെന്നും പുതിയ തലമുറയിലെ സംവിധായകരിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റമീസ് ചാത്യാറ, മീഡിയ 1, ദോഹ. വളർന്നുവരുന്ന പ്രവാസി എഴുത്തുകാർക്കിടയിൽ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാനാണ് നാട്ടിൽ പ്രവാസി സാഹിത്യം എന്ന് എഴുത്തിനെ ചിലർ വേർതിരിക്കുന്നതെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. തീക്ഷ്ണമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രവാസി രചനകൾ ഉണ്ടാവുന്നത്. നാട്ടിലെ എഴുത്തുകാർ കുറഞ്ഞു വരുന്നതും അനുഭവങ്ങളുടെ തീക്ഷ്ണതയാണെന്നും അദ്ദേഹം മസ്കത്തിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രവാസി എഴുത്തിനെ കാറ്റഗറൈസ് മാറ്റി നിർത്തുന്നത് അവിടെ ഇരിക്കുന്ന ആളുകളുടെ എഴുത്തിൻ്റെ ചില അംഗീകാരങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇതെല്ലാ രംഗത്തുള്ളതാണ്. അപ്പോൾ പ്രവാസി എഴുത്തിൻ്റെ ഒരു കളി തിരിച്ചാൽ ആ എഴുത്തുകാരനെ അതൊരു പ്രത്യേക കളിയിലാക്കാം. ദുർബലന്മാർക്ക് കൂടുതൽ അംഗീകാരം കിട്ടാൻ പല എഴുത്തിൻ്റെ കള്ളികളിൽ നിന്നുകൊണ്ട് റിസർവേഷൻ കാറ്റഗറിയിൽ വരാം. ദുബൈയിലെ മലയാളി റേഡിയോ നിലയമായ ഹിറ്റ് 96.7 FM ഏറ്റവും ദൈർഘ്യമേറിയ റേഡിയോ പരിപാടി അവതരിപ്പിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ ശ്രമം തുടങ്ങി. റേഡിയോ ജോക്കികളായ മിഥുനും സിദ്ധുവും ചേർന്ന് 84 മണിക്കൂർ മാരത്തൺ പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്. നിലവിൽ 77 മണിക്കൂർ തുടർച്ചയായി പരിപാടി നടത്തിയ സിംഗപ്പൂർ ഹോട്ട് FM-ലെ RJ ജോഡിയുടെ പേരാണ് ഗിന്നസ് ബുക്കിലുള്ളത്. ആഴ്ചയിൽ 5 ദിവസം വൈകിട്ട് 5 മുതൽ രാത്രി 9 വരെ മിഥുനും സിന്ധുവും ഹിറ്റ് FM-ൽ അവതരിപ്പിക്കുന്ന റേഡിയോ ആക്റ്റീവ് പരിപാടിയാണ് നിർത്താതെ 3.5 ദിവസം സംപ്രേഷണം ചെയ്യുന്നത്. ഞായറാഴ്ച രാത്രി 10 മണി വരെ എത്തിച്ചാൽ തന്നെ ഗിന്നസിൽ കയറാനുള്ള സമയമാകും. അൽബർഷയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്റ്റുഡിയോയിൽ നിന്നാണ് പ്രക്ഷേപണം. ഇക്കണോ കാരിബ് കൺസോൾഡേറ്റേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ മുഴുവൻ ഓഹരിയും തങ്ങൾ സ്വന്തമാക്കിയതായി ECU ലൈൻ അല കാർഗോ ലോജിസ്റ്റിക്സ് സാരഥികൾ ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അമേരിക്കയിലും മറ്റുമുള്ള ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച സേവനം ലഭ്യമാക്കാൻ ഇത് തങ്ങളെ സഹായിക്കുമെന്ന് ശശി കിരൺ ഷെട്ടി വ്യക്തമാക്കി. ഇപ്പോൾ ഏറ്റെടുത്ത കമ്പനിക്ക് നിലവിൽ $800 ദശലക്ഷം ആസ്തിയാണുള്ളതെന്നും അവർ വിശദീകരിച്ചു. പ്രമുഖ ഇലക്ട്രോണിക് സ്ഥാപനമായ സ്ട്രോങ് ലൈറ്റ് പുതിയ റീചാർജബിൾ ആപ്പിൾ ഫാൻ വിപണിയിലിറക്കി. വൈദ്യുതി കൂടാതെ 25 മണിക്കൂർ നേരം വരെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഫാൻ നവീന സാങ്കേതിക മികവോടെ രൂപകൽപ്പന ചെയ്തതാണ്.
ആകർഷകമായ ഫാൻ വിപണിയിൽ കാര്യമായ പ്രതികരണം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സ്ട്രോങ് ലൈറ്റ് MD മുഹമ്മദ് സമീർ പറഞ്ഞു. ദുബൈയിലെ ബുർജുൽ അറബ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഒറിഗ ഇന്റർനാഷണൽ MD മുബാറക്, ജനറൽ മാനേജർ ഹിദായത്തുള്ള അരീക്കാടൻ എന്നിവർ സംസാരിച്ചു. ദുബായ് KMCCയുടെ 2013 വർഷത്തെ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പത്രപ്രവർത്തകനും ക്യാമറാമാനുമുള്ള അവാർഡാണ് പ്രഖ്യാപിച്ചത്. മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയിലെ ജലീൽ പട്ടാമ്പിയും ജയ്ഹിന്ദ് ക്യാമറാമാൻ സുജിത് സുന്ദരേശനുമാണ് അവാർഡിന് അർഹരായത്. നാളെ നടക്കുന്ന KMCCയുടെ ദേശീയ ദിനാഘോഷ സമ്മേളനത്തിൽ അവാർഡുകൾ വിതരണം ചെയ്യും. മംഗലാപുരം സ്വദേശി സാലത്തൂർ മഞ്ചിയിൽ അബ്ബാസിന്റെ മകൻ അബ്ദുൽ ഹമീദ് റാസൽ ഖൈമയിൽ നിര്യാതനായി. 41 വയസ്സായിരുന്നു. റാസൽ ഖൈമ എയർപോർട്ടിൽ കാറ്ററിംഗ് ജീവനക്കാരനായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. റാസൽ ഖൈമയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് മരിച്ച പിതാവിന്റെയും 2 മക്കളുടെയും മൃതദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. മലപ്പുറം കോട്ടയ്ക്കൽ കടുങ്കാട്ടുകുണ്ടിൽ ഷിഹാബുദ്ദീൻ, LKG വിദ്യാർത്ഥിയായ മകൻ ഫിനാസ്, മകൾ 2 വയസ്സുകാരി മാജിദ എന്നിവരുടെ മൃതദേഹങ്ങളാണ് നാട്ടിലേക്ക് കൊണ്ടുപോയത്. അപകടത്തിൽ പരിക്കേറ്റ ഭാര്യ ഉമ്മു സൽമയെ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. യമനിൽ കാർ ബോംബ് സ്ഫോടനത്തിലും വെടിവയ്പിലും മലയാളി ഉൾപ്പെടെ 20 പേർ കൊല്ലപ്പെട്ടു. പത്തനംതിട്ട മണിമല സ്വദേശിനി രേണു തോമസ് ആണ് മരിച്ചത്. സ്ഫോടനത്തിനൊപ്പമുണ്ടായ വെടിവയ്പിൽ മലയാളികളടക്കം ഡസനിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. യമൻ തലസ്ഥാനമായ സൻആയിലെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആശുപത്രിക്കടുത്താണ് ആക്രമണമുണ്ടായത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ പൊട്ടിത്തെറിക്കുകയും തോക്കേന്തിയ സംഘം ജനങ്ങൾക്ക് നേരെ നിറയൊഴിക്കുകയും ചെയ്തു. സംഭവത്തിൽ 20 പേർ കൊല്ലപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. പത്തനംതിട്ട മണിമല സ്വദേശിനി രേണു തോമസും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. സ്ഫോടനത്തിലും കൂടെയുണ്ടായ വെടിവെപ്പിലുമായി മലയാളി ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തിരുവല്ല സ്വദേശിനി മറിയാമയ്ക്കാണ് പരിക്കേറ്റത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആശുപത്രി ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നിരിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അക്രമികളെ എല്ലാവരെയും സൈന്യം കൊലപ്പെടുത്തിയതായും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള രാജ്യമെന്ന നിലയിൽ കഴിഞ്ഞ 2 വർഷമായി അൽഖ്വയ്ദ ഭീകരരിൽ നിന്നും ഗവൺമെന്റ് അധികാരികളും സ്ഥാപനങ്ങളും തുടർച്ചയായി സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. 2017 അണ്ടർ 17 ലോകകപ്പിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ബ്രസീലിൽ ചേർന്ന ഫിഫ നിർവാഹക സമിതി യോഗത്തിലാണ് 3 രാജ്യങ്ങളെ പിന്തള്ളി ഇന്ത്യയെ തെരഞ്ഞെടുത്തത്. ആതിഥേയത്വ രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് ലോകകപ്പിൽ നേരിട്ട് യോഗ്യത ലഭിക്കും. 24 രാജ്യങ്ങളാണ് ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്നത്. മത്സരത്തിന് കൊച്ചി വേദിയാകുന്ന കാര്യവും പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. പീവീസ് കപ്പ് ഇന്റർ സോൺ ഫുട്ബോൾ ടൂർണമെന്റിൽ ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ചാമ്പ്യന്മാരായി. റിയാദിലെ ഇന്റർനാഷണൽ ഫുട്ബോൾ അക്കാദമിയിൽ നടന്ന മത്സരത്തിൽ ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിനെ 1-നെതിരെ 4 ഗോളുകൾക്കാണ് ജിദ്ദ ഇന്ത്യൻ സ്കൂൾ പരാജയപ്പെടുത്തിയത്. ജിദ്ദ, ദമാം, റിയാദ് എന്നിവിടങ്ങളിൽ നടന്ന പ്രാഥമിക മത്സരങ്ങളിൽ വിജയികളായ 6 ടീമുകളാണ് റിയാദിൽ നടന്ന ഇന്റർ സോൺ മത്സരത്തിൽ പങ്കെടുത്തത്. ഹാത്തിം നസീർ നേടിയ ഹാട്രിക്കിന്റെ മികവിലാണ് ജിദ്ദ സ്കൂൾ ചാമ്പ്യന്മാരായത്. ജെയ്സൺ പെരേരയാണ് ജിദ്ദയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയത്. മനോഹരമായ ഫ്രീ കിക്കിലൂടെ ഹാത്തിം തന്റെ ആദ്യ ഗോൾ നേടി ജിദ്ദയെ 2-0 മുമ്പിലെത്തിച്ചു. പെനാൽറ്റി കിക്കിലൂടെ ഷഹീൽ ദമാം സ്കൂളിന് ആശ്വാസ ഗോൾ നേടിയെങ്കിലും പെനാൽറ്റിയിലൂടെ തന്നെ ഹാത്തിം ജിദ്ദയുടെ ലീഡ് ഉയർത്തി. അവസാനത്തെ ഗോളും ഹാത്തിമിന്റെ വകയായിരുന്നു. നേരത്തെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ഡൽഹി പബ്ലിക് സ്കൂൾ റിയാദ് വിജയികളായി. ഫെയർ പ്ലേ അവാർഡ് റിയാദ് ഇന്ത്യൻ സ്കൂളിന് ലഭിച്ചു. അല്യാസിം സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള മത്സരവും ആവേശകരമായിരുന്നു. വിജയികൾക്ക് റിയാദ് നാഷണൽ മ്യൂസിയം ഡയറക്ടർ ജനറൽ ഡോക്ടർ അബ്ദുള്ള അൽ സൗദ് ട്രോഫികൾ വിതരണം ചെയ്തു. പീവീസ് ഗ്രൂപ്പ് ഡയറക്ടർ ജാബിർ അബ്ദുൽ വഹാബ്, മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഗോളി വിക്ടർ മഞ്ഞില തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. ന്യൂസ് റിലീസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.